സംസ്ഥാനത്ത് താൽക്കാലികമായിട്ട് മുടങ്ങിയിരുന്ന ഒരു പ്രധാന ക്ഷേമ പദ്ധതി സർക്കാർ പുനർസ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയാണ്. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം ലഭിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. ഏറ്റവും കൂടുതൽ ധനസഹായം അർഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസമായാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളൊക്കെ ചെയ്യുന്നവർ തുടങ്ങി 18-നും 30 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാവുക. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടിശ്ശിക ഉള്ളവർക്ക് അത് ലഭിക്കുമെന്നും പുതുതായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കുമെന്നുമാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ജൂലൈ മാസം 1-ാം തീയതി ആരംഭിക്കുന്ന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ചായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ പുറത്തുവരിക. കണക്ട് ടു വർക്ക് പദ്ധതി അവസാനിക്കുന്നില്ല, കൂടുതൽ ആനുകൂല്യങ്ങളോടെ പദ്ധതി തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കായിട്ട് വിവിധ വായ്പകളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ വായ്പ. വിദേശ പഠനത്തിനായിട്ട് 30 ലക്ഷം രൂപ വരെയും നമ്മുടെ സംസ്ഥാനത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ഉള്ള ഉന്നത പഠനത്തിനായിട്ട് 20 ലക്ഷം രൂപ വരെയും വായ്പയായിട്ട് ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാം. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഇതിനായിട്ട് വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കേണ്ടതുണ്ട്. 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധി. വളരെ കുറഞ്ഞ പലിശ നിരക്ക് മാത്രമാണുള്ളത്, വെറും 3% മുതൽ 6% വരെ. ഇതിനുവേണ്ടി വനിതാ വികസന കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അതിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. അർഹരായിട്ടുള്ള എല്ലാവർക്കും മുടങ്ങാതെ പെൻഷൻ നൽകാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.